വണക്കം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ലബനോനിൽ ഇസ്രായേൽ പേജർ ബോംബ് ആക്രമണം നടത്തിയത്. ലബനോനിൽ കുറെ ഹിസ്ബുള്ള ഭീകരർ ചാബുള്ള ആയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ചാബുള്ള ആയി ഈ വിസ്മയങ്ങൾ മുഴുവൻ ഹൂറിമാരുടെ അടുത്തേക്ക് സ്വർഗം പോകിപ്പോയി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഈ വിസ്മയങ്ങളുടെ കണ്ണും കാലും കൈയും പിന്നെ ഒരു പ്രധാന അവയവമുണ്ട്, അതെല്ലാം പ്രവർത്തനരഹിതമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം ഞെട്ടൽ രേഖപ്പെടുത്തിയത്, അപ്പൊ നിങ്ങൾ വിചാരിക്കും ലബനനിലെ നേതാവായിരിക്കുമെന്ന്, ഏത് പ്രസിഡന്റ് ആയിരിക്കുമെന്ന്? ഒരിക്കലും അല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അമേരിക്ക ആയിരിക്കുമെന്ന്. കാരണം ഇസ്രായേലിന്റെ വമ്പൻ യുദ്ധമുറയാണല്ലോ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ആരും ഇതുവരെ പരീക്ഷിക്കാതെ കേട്ടുകേൾവിയില്ലാത്തൊരു യുദ്ധമുറ. അമേരിക്കയായിരിക്കും ഞെട്ടിയെന്ന് വിചാരിക്കും, അല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നാ പിന്നെ റഷ്യ ആയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന രാജ്യമാണല്ലോ റഷ്യ. അവരുമല്ല. ഏറ്റവും കൂടുതൽ ഞെട്ടൽ രേഖപ്പെടുത്തിയത് ദാവൂദ് എന്ന് പറയുന്ന മീഡിയ ഫണ്ടിന്റെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ആണോ ആ വേട്ടാവളി, അത് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണോ എന്തോ ഒന്നാണ്. എന്തായാലും പറയണത് വെച്ചാൽ പച്ച വർഗീയത ആയതുകൊണ്ട് കുഴപ്പമില്ല, എന്ത് പേരിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ജമാഅത്തെ ഇസ്ലാമി നേതാവ് അങ്ങനെ അങ്ങ് പറയാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവാണെന്ന് എത്ര പേർക്കറിയാം? നമ്മൾ വിചാരിക്കും മാധ്യമ പ്രവർത്തകനാണ്. നല്ല മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന വന്നിരിക്കുന്ന മരീചനായിട്ടുള്ള ഒരു വേട്ടാവളിയനാണ് ഈ ദാവൂദ് എന്ന് പറയുന്നത്. ഒരു വിഷമമായിരുന്നു സത്യം പറഞ്ഞാൽ. അത് കണ്ടിട്ട് എനിക്ക് പോലും തോന്നിപ്പോയി, ഓ പാവ ഹിസ്ബുള്ളയെന്ന്. അങ്ങനത്തെ രീതിയിലായിരുന്നു ഇവൻ വന്നിരുന്ന് അടുപ്പ് കൂട്ടി ചർച്ചയിലിരുന്ന് കരഞ്ഞു മെഴുകുന്ന നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇസ്രായേലും ഹമാസുമായിട്ട് യുദ്ധം തുടങ്ങിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഹമാസ് അങ്ങ് 10 മെസ്സേജ് അയച്ച് ഇസ്രായേലിൽ 10 പേര് ചത്തപ്പോൾ അവിടെ വന്നിരുന്ന് ഇസ്രായേലിനെ ഇതാ പിടിച്ചു കെട്ടാൻ പോകുന്നു. അപ്പൊ കാണാൻ ഇസ്രായേൽ തിരിച്ചടിച്ച്. പിന്നെ അങ്ങോട്ട് കരച്ചിലായിരുന്നു. പിന്നെ ഹമാസ് അങ്ങോട്ട് കയറി എന്തെങ്കിലും ചെയ്യാനുള്ള ശ്രമം നടത്തുമ്പോൾ വീണ്ടും സന്തോഷമാവും. വീണ്ടും തിരിച്ചു വന്നെന്ന് പറയും, ഇതാ ഇപ്പൊ അടിക്കും എന്ന് പറയും. അപ്പോഴും ഇസ്രായേൽ തിരിച്ചു വന്ന് അടിച്ചു പൊളന്ന് വിട്ടുകൊടുക്കുമ്പം വന്നിരുന്ന് കരയും. അങ്ങനെ കരയുക, സന്തോഷിക്കുക, കരയുക. ഇതാണ് ഇവന്റെ അടുപ്പ് കൂട്ടി ചർച്ചയിലെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. ഈ ഹിസ്ബുള്ള ചാബുള്ളയായപ്പം ഈ ജമാഅത്തെ ഇസ്ലാമി നേതാവായിട്ടുള്ള ഈ വേട്ടാവളിയൻ വന്ന് ഭയങ്കരമായിട്ടുള്ള കരച്ചിലായിരുന്നു. അതിനു മുമ്പേ അവൻ്റെ ഡെസിഗ്നേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജമാഅത്തെ ഇസ്ലാമി നേതാവ് 2011 അവൻ ജമാഅത്തെ ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ സെക്രട്ടറിയാണ്. പോരാത്തതിന് ജമാഅത്തെ ഇസ്ലാമി മൂഴിക്കൽ പ്രാദേശിക അമീറാണെന്ന് പറയപ്പെടുന്നു. മൂഴിക്കൽ പ്രാദേശിക അമീർ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന കൂടിയാലോചനാ സമിതി അംഗം ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഒരു മതേതര രാജ്യത്തിന് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. പോരാത്തതിന് അവർ ബംഗ്ലാദേശിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കുക, അവരെ കൺവെർട്ട് ചെയ്യുക, അവരെ പോകാൻ അനുവദിക്കാതിരിക്കുക, അവരുടെ വീട്ടിൽ ആക്രമണം നടത്തുക, ഹിന്ദു സ്ത്രീകളെ റേപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഇവിടെ വന്നിരുന്ന് വെളുപ്പിക്കലാണ് അവന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. താടി തട്ടിയെടുത്ത് അകത്തിടേണ്ട കേസാണ്. എന്തായാലും സമയം വരും, കിട്ടും, നിന്നെയൊക്കെ നമ്മളെ കൈ കിട്ടും എന്ന് കരുതി അമിത് ബാബ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ മൊട്ടത്തിലെ അമിത് ഷാജി അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ മീഡിയ ഫണ്ടിന് ഭയങ്കര ദുഃഖമായിരുന്നു. നിഷാദ് റാവുത്തർ രണ്ടും കൂടെ എനിക്ക് മാറിപ്പോകും. നിഷാദ് റാവുത്തർ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട, കിടന്ന് കരയായിരുന്നു. കടന്ന് മണ്ണ് വാരി. നമ്മുടെ അമര സിനിമയിൽ ക്ലൈമാക്സിൽ മമ്മൂട്ടി മണ്ണിങ്ങനെ വാരി ഇങ്ങനെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് കരയില്ല, അതുപോലെ കരയായിരുന്നു. പിന്നെ വേറൊരു വേട്ടാവളിയുണ്ട്, അവന്റെ പേരാണ് അജിംസ്. ഈ അജിംസ് പിന്നെ ഒന്നും പറയണ്ട. നമ്മുടെ ഈ മരണ വീട്ടിലൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ ഒരു മരവിപ്പ് മാത്രമായിരിക്കുമല്ലോ നമുക്ക്. അതായത് നമുക്ക് കരച്ചിൽ വരില്ല, നമുക്ക് ദുഃഖം വരില്ല, നമുക്കൊന്നും ആരോട് സംസാരിക്കാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അജിംസിന്റെ എന്ന് പറയുന്നത്. വല്ലാതെ മരവിച്ചൊരു അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് എന്ന് പറയുന്നത്. കാരണം മാനസിക നില വല്ലപ്പോഴും ഒക്കെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് മീഡിയ ഫണ്ടിന്റെ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ പറയണം. അപ്പം നമ്മുടെ വിഷയം അതൊന്നുമില്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാന്റെ പല ആൾക്കാർ, അതായത് ഇറാനിലുള്ള പല അംബാസഡർമാരുടെയും കണ്ണും കാതും ഒക്കെ പോയെന്നാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. എക്സാക്ട്ലി പറഞ്ഞാൽ ഇറാൻ അംബാസഡറുടെ തന്നെ കണ്ണടിച്ചു പോയെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അവന്റെ കണ്ണടിച്ചു പോയി, വേറെ പലവന്മാരുടെയും പ്രധാന അവയവങ്ങൾ പ്രവർത്തനരഹിതമായി ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഒരു പുതിയ മുറ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, യുദ്ധമുറ. ഇത് ആരും അറിയാത്ത യുദ്ധമുറ. കാരണം പേജറുകൾ പൊട്ടിത്തെറിക്കുക. യുവമാർക്ക് ഇപ്പോ ഹിസ്ബുള്ള അവിടെയുള്ള, അതായത് ഹിസ്ബുള്ള സ്ലീപ്പർ സെല്ലുകൾ മുഴുവൻ അവിടെയുള്ള അവരുടെ രാജ്യത്തുള്ള TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതിലൊന്നും തുടരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സ്വന്തം നിഴലിനെ പോലും പേടിയാണ്. ഒന്ന് കക്കൂസി ചെന്നിരിക്കാൻ പോലും പേടിയാണ് എന്നുള്ളതാണ് അവന്മാർക്ക്. അപ്പോഴാണെങ്കിലോ ക്ലോസറ്റ് പൊട്ടിത്തെറിക്കുന്നത് എന്നുള്ളൊരു പേടിയിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ 1998 എത്തനോ ബോംബ് എന്ന് പറയുന്ന ഒരു ജൈവ ആയുധം, അതായത് ബയോ വെപ്പൺ, അതിനെക്കുറിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1998 ഇസ്രായേൽ ഒരു ജൈവായുധം അല്ലെങ്കിൽ ഒരു ബയോ വെപ്പൺ വികസിപ്പിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള പല ആൾക്കാരും ചിരിച്ചു.
നടക്കാത്ത കേസാണ് എന്ന് പല ശാസ്ത്രജ്ഞന്മാരും ചിരിച്ചു തള്ളുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒരു വംശീയ ജൈവായുധമാണ് ഇസ്രായേൽ വികസിപ്പിച്ചെടുക്കുന്നത് 1998. 98 മുതൽ അവർ അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ വംശീയ ജൈവായുധം എന്ന് പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് ഒരു അറിവുമില്ല. പക്ഷേ ഇതെങ്ങനെയോ ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ചയിലേക്ക് വന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി, അതായത് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുഴുവനും അറബികളെയാണ്, അറബ് വംശജരെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. എന്താണ് ഇസ്രായേൽ ഈ അറബ് വംശജരെ ഈ ജൈവായുധം വഴി ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഈ ജൈവായുധം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ അറബിയുടെ ജീൻ ഉണ്ടെങ്കിൽ അവൻ മരണപ്പെടും. എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് ഇസ്രായേലിന്റെ വലിയ ജൈവായുധം എന്ന് പറയുന്നത്. അതായത് അറബികളെ മുഴുവൻ ഇവിടെ നിന്നും തൂത്ത് നീക്കുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഈ ലോകത്തിൽ മുസ്ലിം ജനത എന്ന് പറയുന്നത് വലിയ രീതിയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതവിഭാഗമാണ്. ഈ മതവിഭാഗം വികസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വാക്സിൻ ഒക്കെ എടുക്കാൻ പല മുസ്ലിം രാജ്യങ്ങളും വിമുഖത കാണിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു പേടിയാണ്. കാരണം ഈ വാക്സിനിലൂടെ എന്താണ് അകത്ത് കയറുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത്തരത്തിലൊരു ജൈവായുധം ഇസ്രായേൽ വികസിപ്പിച്ചിരിക്കുന്നുണ്ട് എന്ന് ഇവർക്കിടയിലെല്ലാം വലിയൊരു സംസാരമുണ്ട്. അങ്ങനെ ഒരു സംസാരമുള്ള സാഹചര്യത്തിൽ വാക്സിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ തട്ടിപ്പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പേജർ ബോംബ് ആക്രമണം. അതായത് ബാക്കി ആർക്കും പരിക്കില്ല, ഹിസ്ബുള്ള ഭീകരരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരുപയോഗിക്കുന്ന പേജർ പൊട്ടിത്തെറിക്കുകയാണ്. അത് പൊട്ടിത്തെറിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് പോലും പരിക്ക് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ, അതായത് കെട്ടിപ്പിടിച്ചൊന്നും അല്ലല്ലോ നിൽക്കുന്നത്, ഒരു 100 മീറ്റർ അപ്പുറത്ത് മാറി നിൽക്കുന്നു, ഹിസ്ബുള്ള സ്ലീപ്പർ സെൽ ഇവിടെ നിൽക്കുന്നു, അവന്റെ പേജർ പൊട്ടിത്തെറിക്കുന്നു, അവൻ മരിക്കുന്നു. ഇതാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. അതായത് ഭീകരന്മാരെ മാത്രം കണ്ടെത്തി തീർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അത് അവർ എക്സിക്യൂട്ട് ചെയ്തു. അതോടുകൂടി ഈ എത്തനോ ബോംബ് എന്ന് പറയുന്ന ഈ ജൈവായുധത്തിന്റെ, ഈ വംശീയ ജൈവായുധത്തിന്റെ ചർച്ച ഇപ്പോൾ അറബ് ലോകങ്ങളിൽ വലിയ രീതിയിൽ ഉയർന്നു വരികയാണ്. ഇസ്രായേൽ അത് വികസിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നേരത്തെ ഒരു സംശയമായിരുന്നു. ഇപ്പൊ ഏകദേശം 70% ക്ലിയർ ആയി. ഇസ്രായേൽ അങ്ങനെ ഒരു സാധനം വികസിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അവർ പറയുന്നത്. ഇനി ഇതിലേക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ, ഒരു വംശീയ ജൈവായുധം എന്ന് പറയുന്നത് ഇന്നലെ വരെ ഒരു സാങ്കല്പികമായ ആയുധമായിരുന്നു. അതായത് ഇങ്ങനൊരു സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് സാങ്കല്പികം എന്ന് പറയുന്നത്. ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന് പല ശാസ്ത്രജ്ഞന്മാരും ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന പല ആൾക്കാരും ആണായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനൊരു സാധനം നടക്കില്ല മുട്ടെ എന്നാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാനുള്ള സാധ്യത, കാരണം ലോകം ഒരുപാട് വികസിച്ചു, ഉണ്ടാക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇസ്രായേലിന് അത് കഴിഞ്ഞേക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് പല ലോകരാജ്യങ്ങളും പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പല ലോകരാജ്യങ്ങളെയും ശാസ്ത്രജ്ഞർ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക വംശത്തിൽപ്പെട്ട ആളുകളെയോ പ്രത്യേക ജനിതക രൂപങ്ങളുള്ള ആളുകളെയോ മുൻഗണനാ ക്രമത്തിലാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്, ഈ ബയോ വെപ്പൺ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ജനറ്റിക്സ്, അതായത് അറബ് ജീനുകളെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എൻ്റെ ശരീരത്തിൽ അത് കയറി കഴിഞ്ഞാൽ, എൻ്റെ ശരീരത്തിൽ അറബ് ജീൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ശരീരത്തിൽ അത് ആക്ടിവേറ്റ് ആകപ്പെടും എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. ഇത് അതിഭീകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇസ്രായേൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കിടയിൽ പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അതിഭീകരമായിട്ടുള്ള സാധനമാണ്. ഈ പേജർ ആക്രമണത്തിന് ശേഷം ഇതിപ്പോൾ വളരെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 1998 ഇത് പുറത്തു വരുന്നത്. 1998 നവംബറിൽ സൺഡേ ടൈംസ് എന്ന് പറയുന്ന പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. സൺഡേ ടൈംസിന് മുന്നേ വയേർഡ് ന്യൂസും ഫോറിൻ റിപ്പോർട്ടും അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അറബ് ജനങ്ങൾക്കിടയിലുള്ള ജനിതക സവിശേഷതകളെ പ്രത്യേകമായി ലക്ഷ്യം വെക്കാൻ കഴിയുന്ന ഒരു ബയോളജിക്കൽ ഏജന്റ് അടങ്ങിയ ഒരു എത്തനോ ബോംബ് നിർമ്മിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. മൈക്രോ ബയോളജിസ്റ്റുകളും ജനിതക ശാസ്ത്രജ്ഞരും അത്തരം ഒരു ബയോളജിക്കൽ ഏജന്റിനെ ശാസ്ത്രീയ വിശ്വാസ്യതയെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അവരിപ്പോഴും പ്രകടിപ്പിക്കുന്നു. പക്ഷേ ന്യൂയോർക്ക് പോസ്റ്റ് പറയുന്നത് അങ്ങനെയല്ല, ഇസ്രായേൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതിൽ അവർ ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഈ കഥയുടെ ഉറവിടം. അതായത് ഈ ഒരു സാങ്കല്പിക കഥയായിട്ടാണ് അവരന്ന് ഇതിനെ പ്രചരിപ്പിച്ചിരുന്നത്. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ ഇടയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഈ കഥയുടെ ഉറവിടമായിട്ട് അവർ പറയുന്നത് ഡോറൻ സാനിസ്റ്റിസ്കിയുടെ സയൻസ് ഫിക്ഷൻ സൃഷ്ടിയാണെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരം ഒരു ആയുധത്തെക്കുറിച്ചുള്ള തന്റെ തികച്ചും സാങ്കല്പിക കൃതി 2 വർഷം മുമ്പ് സ്റ്റാനിസ്റ്റിസ്കി ഇസ്രായേൽ പത്രങ്ങൾക്ക് അയച്ചിരുന്നു. ഈ ആശയം തികച്ചും അതിശയകരമായിട്ടുള്ള ആശയമെന്നാണ് അന്ന് പല ആൾക്കാരും പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. കോവിഡ് എന്ന് പറയുന്ന അസുഖം, COVID-19 എന്ന് പറയുന്ന ഒരു ബയോ വെപ്പൺ ചൈന പടച്ചു വിട്ടപ്പോൾ ആ ബയോ വെപ്പൺ വരാൻ സാധ്യതയുണ്ടെന്നും ഒരു നോവലിസ്റ്റ് ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ആശയപ്പെടുത്തുന്നത്. കാരണം COVID-19 ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ COVID-19 എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിനെ കുറിച്ച് നേരത്തെ ഒരു നോവലിസ്റ്റ്, അയാളുടെ പേര് ഞാൻ വിട്ടുപോയി, നേരത്തെ ഒരു നോവലിസ്റ്റ് എഴുതിയ ഒരു നോവലും ചർച്ചയായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു സംഭവം വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. അതുപോലെ ഒരു നോവലിസ്റ്റ് ഇതിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയ ഒരു സംഭവമാണ് ഇസ്രായേലിന്റെ എത്തനോ ബോംബ് എന്ന് പറയുന്നത്. ഇത് ഏത് രീതിയിലും വരാം.
അതായത് ഇപ്പൊ പേജർ ആക്രമണം ഇസ്രായേൽ നടത്തി എങ്ങനെയാണ്? അത് ഇസ്രായേൽ ആണ് നടത്തിയെന്ന് ഞാൻ പറയുന്നു. പക്ഷെ ലോകരാജ്യങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പറയാൻ സാധിക്കില്ല ഇസ്രായേൽ ആണ് നടത്തിയെന്ന്. കാരണം തെളിവില്ല. ഇസ്രായേൽ ആണോ നടത്തിയത്? അല്ല. മൊസാദ് ആണോ നടത്തിയത്? അല്ല. തെളിവ് താന്ന് ചോദിക്കും. തെളിവില്ല. അങ്ങനത്തെ രീതിയിലാണ് അവർ ഓപ്പറേഷൻ നടത്തുന്നത്. അവർ പേജർ വാങ്ങിക്കുന്നു, ആ പേജർ പൊട്ടിത്തെറിക്കുന്നു. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരർ പേജർ വാങ്ങിക്കുന്നത് അവരുടെ ചാര ഭീഷണി ഒഴിവാക്കാൻ ഇന്റർനെറ്റുമായിട്ടുള്ള മൊബൈലുമായിട്ടുള്ള ആ ഒരു സംവിധാനത്തിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ചാര ഭീഷണി ഉണ്ടാകും. അത് ചോർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പേജർ വാങ്ങിക്കുന്നത്. അങ്ങനെ പേജർ വാങ്ങിച്ചപ്പോൾ പേജർ പൊട്ടിത്തെറിച്ചു. ഇത് എവിടെ നിന്നാണ് പേജർ വാങ്ങിച്ചത്? തായ്വാനിൽ നിന്ന്. തായ്വാനിൽ പോയപ്പോൾ തായ്വാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഹംഗറിയിൽ ഓർഡർ കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. ഹംഗറിയിൽ പോയപ്പോൾ ഹംഗറിയിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇത് ആരെ തലയെ കൊണ്ട് വെക്കും? അങ്ങനെയാണ് ഈ ഹിസ്ബുള്ളയുടെ സകല ആൾക്കാരും തകർന്ന് തരിപ്പണമായി പോയത്. മുഴുവനായിട്ട് അവർ അന്തം വിട്ട് കൂന്തം വിഴുങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു സംഭവം വികസിപ്പിക്കുന്നുണ്ടെന്ന കാര്യം പുറത്തു വരുന്നത്. ഇപ്പൊ ഇത് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് വരിക എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ഐഡിയയുമില്ല. ഇത് ഭക്ഷണത്തിലൂടെയാണോ, അല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും ഒരു സാധനത്തിൽ കൂടെയാണോ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും വാക്സിനുകളിൽ കൂടെയാണോ, അല്ലെങ്കിൽ നമ്മൾ നിത്യോപകമായി കൺസ്യൂം ചെയ്യുന്ന എന്തെങ്കിലും മരുന്നുകളിൽ കൂടെയാണോ, എന്തിലൂടെയാണ് ഈ സംഭവം നമ്മളിലേക്ക് ഇസ്രായേൽ ഇഞ്ചക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരുവിധ അറിവും ആർക്കുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത് അറബ് ജീനുകളെയാണ്. അറബികളുടെ പ്രത്യേക സവിശേഷത പേറുന്ന ജീനുകളെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത്. അത് ഇതിൽ ആക്ടിവേറ്റ് ആക്കപ്പെടും എന്നതാണ് ഈ കഥയുടെ, അതായത് ഈ സാങ്കല്പിക ജൈവായുധത്തിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇങ്ങനെ ഒരു സാധനം അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അത് ലോകത്ത് നിന്ന് തന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇസ്രായേൽ അത് ആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇസ്രായേൽ അത് പ്രയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാർ പ്രയോഗിക്കും. ഇപ്പൊ പേജർ ആക്രമണമൊക്കെ കണ്ടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്ത് നിന്ന് തന്നെ അറബ് വംശജർ തൂത്ത് നീക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ അത് ഇസ്രായേൽ ആണെന്നുള്ളതിന് യാതൊരുവിധ തെളിവും കിട്ടില്ല. അതാണ് ഇസ്രായേലും മൊസാദും. അപ്പൊ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.